എറണാകുളം നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ ക്രൂരമായി കാറിടിപ്പിച്ചു കൊന്ന കേസിൽ അന്വേഷണ നടപടികൾ ഊർജിതമാക്കി പോലീസ്. കേസിലെ 2 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ സമർപ്പിച്ചു. കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. തർക്കത്തിനിടയിൽ പ്രതികൾ കാറെടുത്ത് പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് ഐവിൻ ജിജോ പറഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ ഒരിക്കൽ കൂടി ചേരുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ. അമൽ, വൺസ് അഗൈൻ വെൽക്കം ടു മോർണിംഗ് വാക്ക്. അപ്പോൾ ഈ വിഷയം, അതായത് CISF ഉദ്യോഗസ്ഥർ പ്രതിയായി ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുകയാണ് പോലീസ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇനിയും തെളിവായി ശേഖരിക്കാറുണ്ട് എന്നാണോ അതിൽ നിന്നും വ്യക്തമാകുന്നത്? അപ്പം തന്നെ ഇപ്പോൾ നേരത്തെ നടത്തിയിരിക്കുന്ന ഈ മൊഴിയെടുക്കലിലൊക്കെ തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതായിരിക്കുമല്ലോ പോലീസിന്റെ മുന്നിലുള്ള ദൗത്യം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രജിൻ. കേരളത്തിന്റെ മനസാക്ഷിയെ ഒന്നാകെ നടുക്കുന്ന ഒരു സംഭവമാണ് നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായത്. ഏതായാലും 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഐവിൻ ജിജോയെ CIF ഉദ്യോഗസ്ഥർ കാറിടിപ്പിച്ച് മനഃപൂർവ്വം കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ കാറിടിപ്പിച്ചു എന്നാണ്. കാറിടിപ്പിക്കുക മാത്രമല്ല, 37 മീറ്ററോളം ഐവിനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി, ബോണറ്റിലിരുത്തി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ഇന്നലെ പറയുകയുണ്ടായത്. ഏതായാലും ഇന്ന് പോലീസ് എന്തായാലും ഈ 2 പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ സംഭവത്തിൽ ഉള്ള പലതരത്തിലുള്ള സംശയങ്ങളും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സംശയങ്ങൾക്കെല്ലാം ഒരു നിവൃത്തി ഉണ്ടാകണമെങ്കിൽ കൂടുതലായിട്ട് ഈ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ച് തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോഴും മറ്റുമായിട്ട് പോലീസ് ഇവരോട് സംസാരിക്കുകയും ഇവരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം കൂടുതൽ വ്യക്തത ഈ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിൽ കിട്ടണം എന്നാണ് പോലീസിന്റെ ആവശ്യം. ഏതായാലും നമുക്കറിയാവുന്നതാണ്, ഉദ്യോഗസ്ഥരാണ്, കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഇവരെയും സംസ്ഥാന സർക്കാരുമായിട്ട് സംസ്ഥാന പോലീസുമായിട്ടുള്ള ഒരു കേസാണിത്. അപ്പോൾ ഇതിന്റെ ഗൗരവം വിലയിരുത്തി തന്നെ ചിലപ്പോൾ ഒരു വിപുലീകരിച്ച അന്വേഷണ സംഘം ഈ കേസിൽ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഇതുവരെയും വ്യക്തമായിട്ടില്ല, പക്ഷേ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കാനുള്ള സാധ്യതകളാണ് എല്ലാം നിലനിൽക്കുന്നത്. ഏതായാലും ഇവരിപ്പോൾ 14 ദിവസത്തേക്കുള്ള റിമാൻഡിലാണുള്ളത്. കുടുംബത്തിന്റെ ആവശ്യം ഈ ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ഇവർക്ക് തക്കതായ നിയമശിക്ഷ, നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള തക്കതായ ശിക്ഷ നൽകണമെന്നുമുള്ളതാണ്. ക്രിസ്റ്റീന. ശരി, അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.